അപ്പോൾ ഒരു സ്വാഗതം പറഞ്ഞു. സ്വാഗതം. പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ദർശന സാംസ്കാരിക കേന്ദ്രവും ഫിൽക്കോസും കൂടി ചേർന്ന് നമ്മുടെ ഏറ്റവും വിശ്വപ്രസിദ്ധമായ രണ്ടുപേരെ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ MT വാസുദേവൻ നായർ അന്തരിച്ചിട്ട് അല്പം ദിവസങ്ങളായെങ്കിൽ പോലും നമ്മളെ ചില തിരക്കുകൾ കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് നടത്താൻ പറ്റാതായി പോയത്. എങ്കിലും ഈ 16-ാം തീയതി നമ്മൾ MT വാസുദേവൻ നായരെയും അതോടൊപ്പം തന്നെ P ജയചന്ദ്രനെയും ഇവിടെ അനുസ്മരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്താണ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ദർശന സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ ഏറ്റവും ആദരണീയനായ ഫാദർ എമിൽ പുള്ളിക്കാട്ടിൽ അച്ഛൻ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഫിൽക്കോസിന്റെ പ്രസിഡന്റ്, ജൂബിലി പ്രൊഡക്ഷൻസിന്റെ നിർമ്മാതാവ് എന്ന നിലയിൽ, സിനിമാ നിർമ്മാതാവ് എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ശ്രീ ജോയ് തോമസ്. ജോയ് തോമസ് ഇപ്പോൾ ഫിൽക്കോസിന്റെ പ്രസിഡന്റ് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതായിട്ടില്ല, PK ആനന്ദക്കുട്ടൻ ഫിൽക്കോസിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അച്ഛൻ ഈ കാര്യങ്ങൾ ആദ്യം വിശദീകരിക്കും. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ജോയ് തോമസ് അതിന് ശേഷം അതിൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. പിന്നെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഞാനും അത് ചെയ്യാം. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരെയും ആത്മാർത്ഥമായി നമ്മുടെ ഫിൽക്കോസിന് വേണ്ടിയും ദർശന സാംസ്കാരിക കേന്ദ്രത്തിന് വേണ്ടിയും നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുക. പ്രിയമുള്ളവരെ, മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമാണ് MT വാസുദേവൻ നായർ. ഒരു കാലഘട്ടത്തെ തൻ്റെ രചനകളിലൂടെ അടയാളപ്പെടുത്തിയ വ്യക്തിയാണ് അദ്ദേഹം. നാലുകെട്ട്, മഞ്ഞ്, രണ്ടാമൂഴം തുടങ്ങിയ നോവലുകളിലൂടെയും അതിമനോഹരമായ സിനിമകളിലൂടെയും മലയാള സാഹിത്യ മേഖലയ്ക്ക് ലോകോത്തര ആവിഷ്കാരം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു പോയി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഏറെ സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹത്തെ അതുപോലെ തന്നെ മലയാള ഗാന മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് P ജയചന്ദ്രൻ. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെയും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളെല്ലാവരെയും സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് വലിയ കടപ്പാടും ഉത്തരവാദിത്വവുമാണ്. അങ്ങനെയാണ് ദർശന സാംസ്കാരിക കേന്ദ്രവും ഫിൽക്കോസും ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ജനുവരി 16-ാം തീയതി വൈകുന്നേരം 4:30 ദർശന ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇവരുടെ ഒരു അനുസ്മരണം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ അവസരത്തിൽ അനുസ്മരണ പ്രഭാഷണങ്ങളും അതോടൊപ്പം തന്നെ ദർശന മ്യൂസിക് ക്ലബ് അവതരിപ്പിക്കുന്ന ജയചന്ദ്രന്റെ ഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ അവസരത്തിൽ എല്ലാ സാഹിത്യ പ്രേമികളെയും കലാപ്രേമികളെയും ഏറ്റവും ആദരപൂർവ്വം ഈ യോഗത്തിലേക്കും തുടർന്നുള്ള ഗാനസന്ധ്യയിലേക്കും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പരിപാടിയുടെ വിശദ വിവരങ്ങൾ ജോയ് തോമസ് സാറ് പങ്കുവയ്ക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ, MTയെ പറ്റിയും P ജയചന്ദ്രനെ പറ്റിയും അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടുപേരും, MT സാറും ജയചന്ദ്രനും, എനിക്ക് വളരെ വേണ്ടപ്പെട്ട, വളരെ അടുത്ത ബന്ധമുള്ള ആൾക്കാരായിരുന്നു. സിനിമാ നിർമ്മാതാവെന്നുള്ള ജയചന്ദ്രൻ നമ്മുടെ പടങ്ങളിൽ പാടിയിട്ടുണ്ട്. MTയുമായിട്ടും നമുക്ക് നല്ല ബന്ധമുണ്ട്. ഒരു MTയെ വെച്ച് ഒരു ചിത്രം എടുക്കാൻ തന്നെ, അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ വെച്ച് ചിത്രം എടുക്കാൻ തന്നെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങൾ തമ്മിലുണ്ട്. അപ്പം എന്തുകൊണ്ടും കോട്ടയത്ത്, സാംസ്കാരിക കേന്ദ്രമായ കോട്ടയത്ത് ഈ രണ്ടുപേരെയും അനുസ്മരണം നടത്തുക എന്നുള്ളത് ചിന്താപരമായ വിഷയമാണ്. അപ്പം അതിൻ്റെ കാര്യപരിപാടിയിലേക്ക് കിടക്കുമ്പോഴത്തേക്കിന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വാസവനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം എൻ്റെ അനുസ്മരണം നടത്തുന്നത് നമ്മുടെ പ്രശസ്ത നടനായ ബാബു നമ്പൂതിരിയാണ്. പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഫോട്ടോ അനാച്ഛാദനം, ഡയറക്ടർ ജോഷിയുണ്ട്,
അങ്ങനെ പലരും ഇതിനകത്ത് മുഖ്യ വ്യക്തികളൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പം ഈ 16-ാം തീയതി 4:30 മണിക്ക് എല്ലാവരും എത്തിച്ചേർന്ന് ഈ ഫംഗ്ഷൻ ഇതൊരു വിജയകരമാക്കി തീർക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പം ബഹുമാനപ്പെട്ട അച്ഛനും അതോടൊപ്പം തന്നെ ജോയി തോമസ് അവர்களுം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ അക്ഷര നഗരിയിൽ ഇത്തരം സാംസ്കാരിക പരിപാടികൾ ധാരാളം നടത്തി വരുന്നതാണ്. ഇതിനിടയ്ക്ക് ദർശന സാംസ്കാരിക കേന്ദ്രത്തിന്റെ നാടക മത്സരം നടന്നു. ഏറ്റവും അഭൂതപൂർവമായ ഒരു ജനത്തിരക്കായിരുന്നു ആ നാടകത്തിൽ നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ MDയെ സ്നേഹിക്കുന്നവർ ധാരാളം ഈ കോട്ടയത്ത് പ്രദേശങ്ങളിലുണ്ട്. MDയുടെ പുസ്തകങ്ങൾ വായിക്കാത്ത ആരും തന്നെ കോട്ടയത്തില്ല. അതോടൊപ്പം തന്നെ P. ജയചന്ദ്രന്റെ ഗാനങ്ങൾ കേൾക്കാത്ത ഒരു മലയാളിയും ഇന്ന് കേരളത്തിലുമില്ല, രാജ്യത്തെവിടെയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി ഗംഭീരമായി നടത്താനാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ പരിപാടി വൻ വിജയമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് ആവശ്യം. ആ സഹകരണത്തിന് വളരെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത്, മാധ്യമരംഗത്ത് ഇപ്പോൾ ഓൺലൈന് വലിയ മാർക്കറ്റാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യം നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ കലാരത്നം ആർട്ടിസ്റ്റ് സുജാതൻ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജോഷി മാത്യു, നമ്മുടെ ഫിലിം ഡയറക്ടറായിട്ടുള്ള ജോഷി മാത്യു, അതുപോലെ MG ശശിധരൻ ഫിൽക്കോസിന്റെ വൈസ് പ്രസിഡന്റാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിപാടികളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇരിക്കുകയാണ്. പരമാവധി ഇത് ജനങ്ങളുടെ മുന്നിൽ നമ്മുടെ ഈ വാർത്ത എത്തിക്കുകയും അതോടൊപ്പം തന്നെ നിങ്ങളും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. 16-ാം തീയതി വൈകുന്നേരത്ത് 4:30-ക്കാണ് ഈ പരിപാടി ഇവിടെ ചെയ്യുക. രാത്രിയിലുള്ള വൈകുന്നേരത്തുള്ള പരിപാടി എന്ന് പറയുന്നത് P. ജയചന്ദ്രൻ ആലപിച്ചിട്ടുള്ള മനോഹരമായ ഗാനങ്ങൾ. മഞ്ഞലയിൽ മുങ്ങി തോർത്തി ആ പാട്ട് അച്ഛൻ പാടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള മനോഹരമായ ഗാനങ്ങൾ നിങ്ങളും ഈ ഫീൽഡ് ഇപ്പൊ ഈ പറയുന്ന പോലെ രാവുകളില്ലാതെ നിങ്ങൾ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മനസ്സിനൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. അതുപോലെ ഈ വാർത്തകളെല്ലാം നന്നായിട്ട് പുറത്തു കൊടുക്കുക. എന്നിട്ട് ഈ പരിപാടി നമുക്ക് ഒന്നിച്ച് ഈ പരിപാടി നടത്തി വിജയിപ്പിക്കാമെന്ന് മാത്രം ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും നന്ദി.